ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെയാണ് പോകുന്നത്. എങ്കിലും പപ്പയും ചേട്ടായും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലച്ചുവും ആമിയും കൂടെ വാമീനെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. വാമീനെ നടത്തിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഷാൻകുട്ടൻ എന്ത് ഉറക്കമൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുക കേട്ടോ. അപ്പം വഴക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്ത് അവനെ ഇരുത്തി. അതിന് ശേഷം ഞാൻ വാമീനെ എടുത്തുകൊണ്ട് കുറേ നേരം നടന്നു കേട്ടോ. അപ്പോൾ വാമീൻ ചെറുതായിട്ട് വഴക്കുണ്ടാക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. എങ്കിലും ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരം ഒരു 4:30-ക്ക് ശേഷമായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. അപ്പം ഞങ്ങൾ ഇതേ പൊറോട്ടയും ബീഫൊക്കെയാണ് കഴിച്ചത്. പത്തരിയും അതുപോലെ തന്നെ ഇടിയപ്പം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ പഴയ വീടിൻ്റെ മുറ്റത്ത് വെച്ചായിരുന്നു കേട്ടോ നമുക്ക് ഭക്ഷണമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈശാൻകുട്ടൻ അവിടെ നിന്ന് കളിയും മേളമൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങ് ഇടഞ്ഞു കേട്ടോ. ഞാൻ ആമിയായിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും ആൾക്ക് സഹിച്ചില്ല. അപ്പോഴേക്കും അവൻ കരഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. എന്നാടാ കൂട്ടിയില്ലേ? ഞാൻ എടുക്കുന്നില്ല, എനിക്ക് കുഞ്ഞാവിനെ എടുക്കുന്നില്ല. കുഞ്ഞാവ് കേട്ടോ. കുഞ്ഞാവയുടെ എൻ്റെ വീഡിയോ എടുത്തില്ല. ഇവള് വീട്ടിൽ നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദേശാൻകുട്ടന് നന്നായിട്ട് ഉറക്കം വന്നിട്ട് അവനെ ഉറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. കയ്യിലിരുന്ന് വാവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ കടയിൽ തിരിച്ചെത്തി പപ്പയുടെ അടുത്ത്. അപ്പം നമ്മൾ ഐസ്ക്രീമും അതുപോലെ തന്നെ ജെല്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇഷാൻകുട്ടൻ മാംഗോ ബാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ യാത്ര പറഞ്ഞ് പോകുന്ന ഭാഗം കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ വാമിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇഷാൻകുട്ടൻ ജെല്ലിയൊക്കെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങും കേട്ടോ. അത് അവൻ അന്നേരം തന്നെ താഴെ ഇട്ടു. എന്നിട്ട് പിന്നെ കരച്ചിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പപ്പായും കുറേ നേരം സൊറ പറഞ്ഞിരുന്നു. അപ്പം പപ്പ ഫോട്ടോ എടുക്കുവാന്ന് ഓർത്ത് കണ്ണാടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഫോട്ടോ എടുക്കുമല്ലായിരുന്നു, വീഡിയോ എടുക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേന് രണ്ടുപേരും ഏകദേശം ഓക്കെ ആയി കേട്ടോ. അപ്പോൾ പിന്നെ കളിയും മേളവും പരിപാടിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങളിതേ കടയിൽ കുറേ നേരം ഇരുന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതേ അപ്പോൾ അവനൊരു ബിങ്കോ വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.